الله الرحمن الرحيم الحمد لله رب العالمين الذي لم يلد ولم يولد ولم يكن له كفوا أحد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അഭിനയവൽക്കരിക്കപ്പെട്ട കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അഭിനയം എന്ന കലയും അതിൻ്റെ ഭാഗമായി തീരുന്ന അഭിനേതാക്കളുമൊക്കെ അനുകരിക്കപ്പെടുന്ന സാഹചര്യമാണ്, അന്തരീക്ഷമാണ് നമുക്ക് ചുറ്റിലും കാണാൻ കഴിയുന്നത്. വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം ഏത് രംഗത്തും എവിടെയും ആരോടും എങ്ങനെയാണ് ഇടപെടേണ്ടത്, അനുവർത്തിക്കേണ്ടത് എന്ന കാര്യം അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിയത് വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം എന്നാണ്. പ്രവാചകരെ, നിങ്ങൾ മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു. ആരുടെ ജീവിതത്തിലും പിൻപറ്റാനും അനുകരിക്കാനും പൂർണ്ണ മാതൃകയോടെ സ്വീകരിക്കാനും പറ്റുന്ന ജീവിതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം ആളുകൾ ആ ജീവിതത്തെപ്പറ്റി പഠിക്കുകയും പകർത്തുകയും ചെയ്തിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇന്നും ഏറ്റവും കൂടുതലായി വായിക്കപ്പെടുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന ജീവിതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ലോകത്തറിയപ്പെട്ട പല നേതാക്കളും
ചെയ്യുകയും ശീലിക്കുകയും ചെയ്ത സ്വഭാവമല്ല, രീതിയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. പല നിലക്കും സമൂഹത്തിൽ ഉയർന്നു വന്ന ആളുകൾ അവരുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചുകൊണ്ടാണ് ശീലങ്ങളെ, സ്വഭാവങ്ങളെ, പെരുമാറ്റങ്ങളെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അവിടുന്നിൻ്റെ ഇഷ്ടപ്രകാരമോ താല്പര്യപ്രകാരമോ ക്രമീകരിച്ചതല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ, ദിവ്യബോധനത്തിലൂടെ അറിയിച്ചു കൊടുത്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കപ്പെട്ടു, അൻ ഖുലുഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം? മഹദി കൊടുത്ത മറുപടി കാന ഖുലുഖുഹു അൽ ഖുർആൻ എന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. ഖുർആൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ വാക്കുകളല്ല, അള്ളാഹുവിൻ്റെ കലാമാണ്, സംസാരമാണ്. ന്യൂനതകളില്ലാത്ത, അബദ്ധങ്ങളില്ലാത്ത, പോരായ്മകളില്ലാത്ത, അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കുന്ന സംസാരമാണ് വിശുദ്ധ ഖുർആൻ എന്നത്. ആ ഖുർആനിലുള്ള മുഴുവൻ കാര്യങ്ങളും സത്യമാണ്, കളവായി ഒന്നും അതിലില്ല. ആളുകളെ പറ്റിക്കാനോ വഞ്ചിക്കാനോ ചതിക്കാനോ ഉള്ള മാർഗനിർദ്ദേശങ്ങളല്ല വിശുദ്ധ ഖുർആനിൻ്റെ വരികളിൽ ഉള്ളത്. മറിച്ച് എല്ലാ മേഖലയിലും സൽസ്വഭാവമുള്ള, അതുപോലെ തന്നെ നന്മ കാത്തു സൂക്ഷിക്കുന്ന, മാതൃക കാണിച്ചു കൊടുക്കാവുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ മുഴുവനായി നമുക്ക് കാണാൻ സാധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നോക്കൂ നിങ്ങൾ. അഭിനയമായിരുന്നില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, ഒരു സുപ്രഭാതത്തിൽ സ്വഹാബത്തിൻ്റെ മുമ്പിൽ കുടുംബജീവിതം അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക, സാമൂഹികമായി ഇടപെടേണ്ട രീതികൾ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക, സൗഹൃദം എങ്ങനെയാകണം, ക്ഷമയും വിട്ടുവീഴ്ചയും വിരക്തിയും വിനയവും എങ്ങനെയാകണം, ഇതൊന്നും അഭിനയിച്ച് കാണിച്ചു കൊടുത്ത ജീവിതമല്ല. സാമ്പത്തിക മേഖലയിൽ, കച്ചവട മേഖലയിൽ പെരുമാറേണ്ട, ഇടപഴകേണ്ട രീതി എങ്ങനെയാണ്, അഭിനയമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു കൊടുത്തത്. പരസ്പരമുള്ള സഹായ സഹകരണങ്ങൾ, ഒരു ചെറിയ കാര്യം കൊണ്ടുപോലും സഹകരിക്കണം എന്നത് അഭിനയിച്ച് പഠിപ്പിക്കുകയല്ല, ജീവിതം യാഥാർത്ഥ്യമായിരുന്നു. പച്ചയായ ജീവിതം സ്വഹാബത്തിന് പകർത്താനും ഒപ്പിയെടുക്കാനും പറ്റുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു കൊടുത്തു എന്നത് സഹോദരങ്ങളെ നമുക്ക് വലിയ വെളിച്ചമാണ്, നമുക്ക് വലിയ വഴികാട്ടിയാണ്. ഒരാളുടെ അഭിനയ ജീവിതത്തിലേക്കും നാം നോക്കേണ്ടതില്ല. പല ആളുകളും പറയും, ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട വീഡിയോ ആണ്, മില്യൺ കണക്കിന് ആളുകൾ കാണുകയും അവരെ സ്വാധീനിക്കുകയും ചെയ്ത കഥയാണ്, നോവലാണ്, ചിത്രമാണ് എന്നൊക്കെ പറയും. എന്താണതുകൊണ്ട് കാര്യം? അഭിനയിച്ചവനും എഴുതിയവനും അതുപോലെ പ്രചരിപ്പിച്ചവനും നേട്ടമുണ്ടായി എന്നല്ലാതെ സഹോദരങ്ങളെ അവരിൽ നിന്ന് എന്ത് സ്വാധീനമാണ്, അവരുടെ ജീവിതത്തെ ഏത് രൂപത്തിൽ ആകർഷിക്കാനാണ് നമുക്ക് സാധിക്കുക? ഒരിക്കലും ഇല്ല. എന്തുകൊണ്ട്? മനുഷ്യനാണ് അഭിനയിക്കുന്നത്.
തെറ്റുകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട ജീവിതമല്ല മനുഷ്യൻ്റേത്. അഭിനയിച്ച് നടക്കുന്ന ആളുകളുടെ ജീവിതം അന്ധകാരങ്ങളിൽ, അപകടങ്ങളിൽ, ഇരുട്ടുകളിൽ അകപ്പെട്ടതായിരിക്കും അധികവും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല മാതൃകയായി പഠിപ്പിക്കപ്പെട്ട ഒരുപാട് ആളുകൾ ഇരുട്ടിൻ്റെ മറവിലും വെളിച്ചത്തിൻ്റെ തണലിലും ഒരു ഭാഗത്ത് ഒഴിഞ്ഞിരുന്ന് എത്ര പരതിയിട്ടും ഒരു കറുത്ത പുള്ളി കാണിക്കാൻ സാധിക്കാത്ത ജീവിതം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, അതാണ് നമ്മൾ പിൻപറ്റേണ്ടത്. ആ ജീവിതത്തെ പഠിക്കാനും പകർത്താനും സന്നദ്ധരാകാതെ സോഷ്യൽ മീഡിയ വഴി, വാർത്താ മാധ്യമങ്ങൾ വഴി, ആധുനിക സംവിധാനങ്ങൾ വഴി നമ്മുടെ കൺമുമ്പിലേക്ക് എഴുന്നള്ളപ്പെടുന്ന, ആനയിക്കപ്പെടുന്ന കാര്യങ്ങൾ അത് കണ്ട് കണ്ണീര് വാർക്കാനും അത് കേട്ട് കരയാനും അതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് അന്ധാളിച്ചു പോകാനുമുള്ള ജീവിതമല്ല സഹോദരങ്ങളെ നമ്മുടേതെന്ന് മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യം നോക്കൂ നിങ്ങൾ. ഏതൊരു നന്മയിലും അടിമകൾ പരസ്പരം സഹായിക്കണം, സഹകരിക്കണം. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. വതആവനു അലൽ ബിർരി വത്തഖ്വാ. നന്മയുടെയും പുണ്യത്തിൻ്റെയും കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹായിക്കുക, സഹകരിക്കുക. അള്ളാഹുവിൻ്റെ കലാമാണ്. ഇനി ഒരാൾ ഒരു കഥ എഴുതിയുണ്ടാക്കി വേറെ കുറച്ച് ആളുകൾ കൊണ്ട് അഭിനയിപ്പിച്ച് അത് സോഷ്യൽ മീഡിയയിലൂടെ, ഫേസ്ബുക്കിലൂടെ, വാട്സാപ്പിലൂടെ, യൂട്യൂബിലൂടെ നമ്മിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഇതൊക്കെ ജീവിതത്തിൽ പകർത്താനും ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാനും സാധിക്കൂ എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യം നമുക്കില്ല. അങ്ങനെ ഒരു വാതിൽ ആരും തുറന്നു വെക്കേണ്ടതില്ല. എന്തുകൊണ്ട്? എങ്ങനെയാണ് നിങ്ങൾ നന്മയുടെ കാര്യത്തിൽ പരസ്പരം സഹായിക്കേണ്ടത്, സഹകരിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആ കാര്യം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ചില ആളുകൾ അഭിനയിക്കുന്നു. തിന്മകൾക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല. ചതിയുടെയും വഞ്ചനയുടെയും കാര്യങ്ങൾക്ക് നമ്മുടെ വക പിന്തുണ കൊടുക്കാൻ പാടില്ല. ഒരു കഥയുണ്ടാക്കി അഭിനയിക്കുകയും മറ്റുള്ളവരെ കരയിപ്പിക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പാപത്തിൻ്റെയും തെറ്റിൻ്റെയും കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കരുത്, നിങ്ങൾ ഒന്നിച്ചു നിൽക്കരുത്, കൈകോർത്ത് നിൽക്കരുത്, ഐക്യപ്പെട്ടു പോകരുത്. അള്ളാഹുവിൻ്റെ കലാമാണ്. ഈ കലാം നമ്മുടെ മനസ്സിൽ സ്വാധീനിക്കുന്നില്ല. നമ്മളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ കുറിച്ചിട്ട വരികൾ ക്യാമറക്ക് മുമ്പിൽ അഭിനയിച്ച് കാണിച്ചാൽ നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളുകയാണ്, പരിഭ്രമിച്ചു പോവുകയാണ്. സഹോദരങ്ങളെ, ഏതിനാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നത് എന്ന് വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്ന മിമ്മാ അദറക്കന്നാസ് മിൻ കലാമിൻ നുബുവത്തിൽ ഊലാ. പ്രവാചകത്വത്തിന്റെ തുടക്കത്തിൽ തന്നെ ജനങ്ങൾ മനസ്സിലാക്കി പോന്ന വിഷയമാണ്, ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത. ലജ്ജയില്ലെങ്കിൽ തോന്നിയതുപോലെ ജീവിക്കട്ടെ, എന്തും പറയട്ടെ, എന്തും പ്രവർത്തിക്കട്ടെ, എങ്ങനെയും ജീവിക്കട്ടെ. ലജ്ജയില്ലാത്തവന് വേലിക്കെട്ടുകളില്ല, അതിർവരമ്പുകളില്ല. എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാണ് ലജ്ജയില്ലാത്തവൻ്റെ ഓട്ടമുണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ലജ്ജ എന്നത് ഈമാനിന്റെ ഭാഗമാണ്. നന്മ സ്വീകരിക്കാൻ ലജ്ജ തടസ്സമാകരുത്. തിന്മയിലേക്ക് പോകാതിരിക്കാൻ ഒരു മതിലായി ലജ്ജയുണ്ടാകണം. ഇത് ഇസ്ലാമിൻ്റെ അധ്യാപനമാണ്. ഒരു തെറ്റു കണ്ടാൽ അറപ്പും വെറുപ്പും തോന്നണം. ആ തെറ്റിൻ്റെ മുമ്പിൽ ഛർദ്ദിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു നന്മ കണ്ടാലോ എല്ലാ തിരക്കുകളും എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ച് ആ നന്മയെ
ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാൻ സാധിക്കണം. ഇത് ഇസ്ലാമിൻ്റെ അധ്യാപനമാണ്. പലരും അഭിനയിച്ച് കാണിക്കുന്നു. ലജ്ജയുള്ളവരാകണം, നാണമുള്ളവരാകണം. ലജ്ജയില്ലെങ്കിൽ നമുക്ക് എന്തും ചെയ്യേണ്ടി വരും, എന്തും കാണിക്കേണ്ടി വരും, ആരുടെ പിന്നാലെയും പോകേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ കാണുന്ന അഭിനയങ്ങളെ ജീവിതമാക്കുകയല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ ജീവിതമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ പെരുമാറ്റം, പരസ്പരമുള്ള പരോപകാരം ചെയ്യൽ, അതുപോലെ തന്നെ നമ്മുടെ സഹവർത്തിത്വം അതെങ്ങനെയാകണം വഹയിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ. നിന്റെ സഹോദരനെ കാണുമ്പോൾ അവനോട് പുഞ്ചിരിക്കുക എന്നത് സദഖയുടെ കൂലിയാണ്. അതുപോലെ തന്നെ വഅംറുക ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുക എന്നത്, വനഹീക അനിൽ മുൻകർ, തിന്മ വിരോധിക്കുക എന്നത് സദഖയാണ്. വഇർഷാദുക റജുല ഫി അർളിൽ ളലാൽ ലക സദഖ. വഴിയറിയാത്ത ഒരാൾ അങ്ങോട്ട് പോകാനുള്ള വഴി ഏതാണ്, എളുപ്പ വഴി ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അത് മാന്യമായി പറഞ്ഞു കൊടുക്കൽ, അവന് കാണിച്ചു കൊടുക്കൽ സദഖയുടെ കൂലിയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വബസറുക ലിർറജുലി അർറദീഇ അൽബസരി അർറദീഇൽ ബസരി ലക സദഖ. കണ്ണുപൊട്ടനായ അന്ധനായ ഒരാൾ റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടി, വഴിയിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി, അയാൾക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വഴി കാണിച്ചു കൊടുക്കുക, അയാളുമായി പെരുമാറുക, ഇടപഴകുക എന്നത് സദഖയുടെ കൂലിയായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. വൈമാതതുകൽ ഹജർ വശൗഖ് വൽ അളം അനിത് ത്വരീഖി ലക സദഖ. വഴിയിൽ പ്രയാസമായ കല്ല് മാറ്റുക, മുള്ളു മാറ്റുക, എല്ല് മാറ്റുക, മ്ലേച്ഛതകൾ മാറ്റുക, മാലിന്യങ്ങൾ മാറ്റുക സദഖയുടെ കൂലിയായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. വൈഫറാഉക മിൻ ദൽവിക ഫീ ദൽവി അഖീക ലക സദഖ. നമ്മുടെ കയ്യിലുള്ള ബക്കറ്റിൽ നിന്ന്, പാത്രത്തിൽ നിന്ന് മറ്റുള്ളവന്റെ ബക്കറ്റിലേക്ക്, പാത്രത്തിലേക്ക് വെള്ളം ചൊരിഞ്ഞു കൊടുക്കൽ സദഖയുടെ കൂലിയായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ അഭിനയിക്കുന്നവരുണ്ട്, ഇതിനുവേണ്ടി കഥമനയുന്നവരുണ്ട്. നർമ്മങ്ങൾ നിറച്ച്, അതുപോലെ തന്നെ പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ എഴുതിയുണ്ടാക്കി മനുഷ്യനെ കരയിപ്പിക്കുന്ന വരികൾ അതിലുൾപ്പെടുത്തി വേഷം കെട്ടി ആടുന്നവരുണ്ട്. ആ ആട്ടം കണ്ട്, അഭിനയം കണ്ട് കണ്ണീർ വാർക്കുന്നവരാണ് നമ്മൾ, അത്ഭുതപ്പെട്ടു പോകുന്നവരാണ് നമ്മൾ. എൻ്റെ ജീവിതം വേസ്റ്റാണല്ലോ, വെറുതെയാണല്ലോ എന്ന് ഇത്തരത്തിലുള്ള രംഗങ്ങൾ, ചിത്രങ്ങൾ കണ്ട് തലതാഴ്ത്തി പറഞ്ഞു പോകുന്നവരാണ് നമ്മൾ. സഹോദരങ്ങളെ, എത്ര ശതമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ, ജീവിതത്തെ നമ്മുടെ ജീവിതവുമായി ചേർത്തു വെക്കാൻ, നമ്മുടെ ജീവിതമാക്കി മാറ്റാൻ നാം പണിയെടുത്തു എന്നത് ഗൗരവത്തോടെ ആലോചിക്കണം. സോഷ്യൽ മീഡിയ ഇന്ന് തലപൊക്കിയ സംവിധാനമല്ലേ? 1500 വർഷങ്ങളുടെ പഴക്കമുള്ള ജീവിതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അത് പഠിച്ചവരുണ്ട്, പകർത്തിയവരുണ്ട്, പഠിപ്പിച്ചവരുണ്ട്, പ്രചരിപ്പിച്ചവരുണ്ട്. സഹോദരങ്ങളെ, ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ വാർത്തെടുക്കേണ്ടതുണ്ട്. വൈവാഹിക രംഗത്ത്, കുടുംബജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അഭിനയിച്ച് കാണിക്കുകയും ആ അഭിനയത്തിൽ നിന്ന് പാഠം നമുക്ക് തരുന്നു. ഭാര്യയോട് ഇങ്ങനെ പെരുമാറണം, ഭർത്താവിനോട് ഇങ്ങനെ പെരുമാറണം, മാതാപിതാക്കളോട് ഇങ്ങനെ പെരുമാറണം, വീട്ടിലേക്ക് വരുന്നവരോട് ഇങ്ങനെ പെരുമാറണം, മക്കളോട് ഇങ്ങനെ പെരുമാറണം. ഇതൊക്കെ കഥയായി ഉണ്ടാക്കി അഭിനയിച്ച് കാണിക്കുന്നവരുടെ ലോകത്തിന് അടിമപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതല്ല ഇസ്ലാമിൻ്റെ അധ്യാപനം. മറിച്ചെന്താണ്? വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജീവിതം പരസ്പരം സ്നേഹമുള്ള, കാരുണ്യമുള്ള ജീവിതമാകണം. വദൂദായ അല്ലാഹു, റഹ്മാനായ അല്ലാഹു നിക്കാഹിലൂടെ, കുടുംബജീവിതത്തിലൂടെ അതാണ് കണക്കാക്കിയത്, അതാണ് സംവിധാനിച്ചത്. 2 ശരീരങ്ങൾ മാത്രമല്ല, 2 മനസ്സുകളാണ് ഒന്നിക്കുന്നത്. കേവല മനസ്സുകളല്ല, മതബോധമുള്ള മനസ്സുകളാണ്, പരലോകബോധമുള്ള മനസ്സുകളാണ്. ആ മനസ്സുകളെ അള്ളാഹുവിൻ്റെ സ്നേഹം സ്വീകരിച്ച്
അള്ളാഹുവിൻ്റെ കാരുണ്യം സ്വീകരിച്ച് ഇണക്കത്തോടെ കൊണ്ടുപോവുക എന്നത് വിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനമാണ്. നമ്മുടെ ഉമ്മമാരുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടു. മരുമക്കളുടെ ജീവിതത്തിൽ, മക്കളുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടു. ഭർത്താക്കന്മാരോട് പറഞ്ഞു, വഅശിറൂന ബിൽ മഅറൂഫ്, ഭാര്യമാരോട് നിങ്ങൾ മാന്യമായി നല്ല നിലക്ക് പെരുമാറുക. സഹോദരങ്ങളെ, ഇത് അഭിനയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങളൊരു കഥയുണ്ടാക്കൂ, ഞാനും ആയിഷ ഉമ്മയും അഭിനയിച്ച് കാണിക്കാം, അങ്ങനെ പറഞ്ഞ് ഉണ്ടായ ജീവിതമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ പഠിപ്പിച്ച ജീവിതമാണ്. അതുകൊണ്ട് ഏത് മേഖലയിലും വിട്ടുവീഴ്ച കാണിക്കുന്ന വിഷയത്തിൽ, അഹങ്കാരം ഒഴിവാക്കുന്ന വിഷയത്തിൽ, കച്ചവടത്തിൽ ചതിയും വഞ്ചനയും കൊള്ളയും കൊണ്ടു നടക്കാൻ പാടില്ല എന്ന വിഷയത്തിൽ, കച്ചവടത്തിൽ സത്യസന്ധത വേണം, വിശ്വാസ്യത വേണം എന്ന് സ്വീകരിക്കുന്ന വിഷയത്തിൽ വിനയമുള്ളവരാവുക, വിരക്തിയുള്ളവരാവുക. ഏത് മേഖല എടുത്താലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം അവിടെ നിറഞ്ഞു നിൽക്കുന്നു. ആ അധ്യാപനം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക എന്നല്ലാതെ മനുഷ്യനിർമ്മിത ആശയങ്ങൾക്കും സംവിധാനങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ട് അതിൻ്റെ ആളുകളായി മാറ്റപ്പെടുന്ന പൈശാചിക സ്വഭാവത്തിലേക്ക് നാം മാറി മറിയുന്ന ഒരു ദുരവസ്ഥ നമ്മെ ബാധിക്കാതിരിക്കാൻ സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്ത് കിട്ടാൻ, അവൻ്റെ ഇഷ്ടം കിട്ടാൻ വിശുദ്ധ ഖുർആനിലൂടെ ആവർത്തിച്ച് പഠിപ്പിച്ച ഒരു കാര്യം അല്ലാഹുവിനെ അനുസരിക്കുക, വർ-റസൂല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക. നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടും, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ മഹബ്ബത്ത് കിട്ടും, അല്ലാഹുവിങ്കൽ സ്വീകാര്യത കിട്ടും. സഹോദരങ്ങളെ, ഇത് ബലം പ്രയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തി നമ്മുടെ മേൽ വെച്ച് കെട്ടിയ ഒരാശയമല്ല, മറിച്ച് തുറന്ന ഒരു പുസ്തകമാണ്, തുറന്നിടപ്പെട്ട ഒരു ലോകമാണ്. ആ ലോകത്തേക്ക് വിശ്വാസ മനസ്സോടുകൂടി പ്രവേശിച്ചാൽ ഓരോന്നും പകർത്തുക എന്നത് വളരെ എളുപ്പമാണ്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹുവിൻ്റെ തൗഫീഖിനാൽ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് നാം പ്രവേശിച്ചു. സമൂഹത്തിൽ നല്ലൊരു ശതമാനം ആളുകൾ വലിയ ആഘോഷമായി കാണുകയും കൊണ്ടാടുകയും ചെയ്യുന്ന ഒരു മാസമാണ് ഇതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസം പരിശുദ്ധമാക്കപ്പെട്ട മാസമായോ പ്രത്യേക രൂപത്തിലുള്ള ദിക്റുകളോ സ്വലാത്തുകളോ പ്രാർത്ഥനകളോ കർമ്മങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണങ്ങളോ ആചാരങ്ങളോ ആഘോഷങ്ങളോ ചെയ്യണം എന്ന നിലക്ക് പഠിപ്പിക്കപ്പെട്ട ഒരു മാസമല്ല. പ്രബലമായ അഭിപ്രായ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം നടന്നതും അവിടുന്ന് വഫാത്ത് സംഭവിച്ചതുമായ മാസമാണ് റബീഉൽ അവ്വൽ എന്നത്. പക്ഷെ ആ മാസത്തെ ഇസ്ലാം അനുവദിച്ച ആഘോഷങ്ങളെക്കാൾ വലിയ രൂപത്തിൽ ആഘോഷിക്കുന്ന ഒരു അപകടം നമുക്ക് മുമ്പിൽ നിലനിൽക്കുന്നു എന്നത് വളരെ പേടിയോടെ നമ്മൾ കാണണം. ഇന്നലെ വരെ ഇല്ലാത്ത അലങ്കാരപ്പണികൾ പല പള്ളികളിലും പ്രകടമായി. ഇന്നലെ വരെ ഇല്ലാത്ത സദസ്സുകൾ, ആൾക്കൂട്ടങ്ങൾ പള്ളികൾ കേന്ദ്രീകരിച്ച്, മദ്രസകൾ കേന്ദ്രീകരിച്ച് സംഘടിപ്പിക്കപ്പെടുന്ന അവസ്ഥ വന്നു. ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആളുകൾ സ്വീകരിച്ചു കഴിഞ്ഞു. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പച്ചയായ ജീവിതം പഠിപ്പിക്കാനോ അത് പകർത്തണമെന്ന് ആഹ്വാനം ചെയ്യാനോ അല്ല ഈ മാസത്തെ നമ്മുടെ നാട്ടിലുള്ള നേതാക്കൾ ഉപയോഗിക്കുന്നത്. മറിച്ച് എന്തിനാണ്? ആളുകളുടെ വിശ്വാസം നശിപ്പിക്കാനും അവരുടെ കർമ്മങ്ങളെ തകർക്കാനുമാണ് ഈ ഒരു മാസത്തെ
അവർ ഉപയോഗിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലം ജീവിച്ചിട്ട് ഒരു റബീഉൽ അവ്വലിൽ ഒരു സെക്കൻഡ് പോലും നിങ്ങളിതാ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോളൂ ചെയ്തോളൂ എന്ന നിലക്ക് ആഘോഷിക്കാനോ ആചരിക്കാനോ പഠിപ്പിച്ചിട്ടില്ല. അത് വ്യക്തമാണ്, ഒരു സംശയവുമില്ല. ലക്ഷക്കണക്കിന് സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ ഉത്തമ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആദ്യ 3 കാലഘട്ടക്കാരിൽ ഇത് കാണാൻ സാധ്യമല്ല. ഇതാഘോഷിക്കുന്നവരും പ്രാമാണികമായി അത് തെറ്റാണ് എന്ന് പറയുന്നവരും ഒരേ സ്വരത്തിൽ അംഗീകരിക്കുന്ന ഒരു കാര്യം, ഇത് ലോകത്ത് ഹിജറ 4-ാം നൂറ്റാണ്ടിൽ ഷിയാക്കൾ ഉണ്ടാക്കിയ ഒരാഘോഷമാണ്. അവർക്ക് പല ലക്ഷ്യങ്ങളും അതിലൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ഹിജറ 7-ാം നൂറ്റാണ്ടിൽ സൂഫിയിൽപ്പെട്ട രാജാക്കന്മാർ സ്വീകരിച്ച് പ്രചരിപ്പിച്ച ഒരാഘോഷമാണ്. ഒരിക്കലും ദീനുമായി ബന്ധപ്പെട്ട ആഘോഷമല്ല. അതുകൊണ്ട് തന്നെ വളരെ കണിശതയോടെ പേടിയോടെ നമ്മുടെ വിശ്വാസത്തെയും കർമ്മങ്ങളെയും സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആളുകൾ പലതും ചെയ്യും, പലതും പറയും. പക്ഷേ അത് കണ്ട് ദീനാണെന്ന് കരുതി അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മുടെ കർമ്മത്തെയാണ് അത് ബാധിക്കുക. ശരീരത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു രോഗം അത് കൃത്യമായി പരിശോധനയിലൂടെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പേടി എത്രയാണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുതിയതായി ഉണ്ടാക്കപ്പെട്ട ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിനെ ബാധിക്കുന്ന രോഗമാണ്. ആ രോഗം മനസ്സിനെ പിടിപെട്ട് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഉള്ള നന്മകൾ പോലും അതിലൂടെ ഇല്ലാതെയാകും. വിശുദ്ധ ഖുർആൻ ഗൗരവത്തിൽ മുന്നറിയിപ്പ് തന്ന ഒരു കാര്യമാണ് ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്ക് എതിരാവുക എന്നത് പേടിയോടെ കാണേണ്ട കാര്യമാണ്. അൻ തുസീബഹും ഫിത്ന, അവരെ ഫിത്ന ബാധിക്കും, പരീക്ഷണം ബാധിക്കും, അല്ലെങ്കിലോ വേദനയുള്ള ശിക്ഷ അവരെ ബാധിക്കും. ഈ ഫിത്ന എന്താണ് എന്ന് വിശദീകരിക്കവേ പണ്ഡിതന്മാർ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നുകിൽ അയാൾ കാഫിറായി മാറും എന്നാണ്, അല്ലെങ്കിൽ അയാൾ മുനാഫിഖായി മാറും എന്നാണ്, അല്ലെങ്കിൽ ബിദ്അത്തിന്റെ പുത്തനാചാരത്തിൻ്റെ ആളായി മാറും എന്നാണ്. ഈ 3 ഒരു രോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് എതിരായി നിന്നാൽ ബാധിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിച്ച കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ, നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ദീനിൽ പുതിയതായി ആരുണ്ടാക്കിയാലും അത് നിങ്ങൾ പ്രവർത്തിക്കരുത്, തള്ളിക്കളയണം. മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ, നമ്മുടെ ഈ കാര്യത്തിൽ പുതിയതായി ഒന്നാരുണ്ടാക്കിയാലും അത് തള്ളിക്കളയണം. അപ്പം ചില ആളുകൾ പറയും, പുതിയ വസ്ത്രം എടുക്കുന്നില്ലേ, പുതിയ വീടുണ്ടാക്കുന്നില്ലേ, പുതിയ വാഹനം വാങ്ങുന്നില്ലേ, വലിയ വലിയ ബിൽഡിങ്ങുകൾ വരുന്നില്ലേ, അതൊന്നും തെറ്റല്ലേ എന്ന് ചോദിക്കും. അതൊന്നും തെറ്റല്ല. എന്തുകൊണ്ട്? അതൊക്കെ ദുന്യാവാണ്. ദുന്യാവ് പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല, ദീനാണ് പൂർത്തിയാക്കപ്പെട്ടത്. അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യവും ദീനിൽ കൊണ്ടുവരാൻ പാടില്ല. എന്നാലോ ദുന്യാവിൽ നിഷിദ്ധമാക്കപ്പെടാത്ത നിലക്ക് നമുക്ക് സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താം. അവിടെയും ഹറാമ് വന്നു പോകാൻ പാടില്ല. ആ നിലക്കൊക്കെയുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ പലരും തയ്യാറാകുന്നത്. ആ ഒരു ഏർപ്പാട് തന്നെ ഇസ്ലാമിൻ്റെതല്ല. ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ സമൂഹത്തിൽ വെച്ചു പുലർത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ജന്മദിനം ആഘോഷിക്കപ്പെടുക എന്ന പോലെയുള്ള വിഷയങ്ങൾ. അതൊരിക്കലും യഥാർത്ഥ മുസ്ലിമിൻ്റെ, വിശ്വാസിയുടെ ജീവിതവുമായി ചേരാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ, പ്രവർത്തനങ്ങൾ, അധ്യാപനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നാം സന്നദ്ധരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ അബദ്ധങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മതപരമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ.
നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, വിശ്വാസികൾ, പണ്ഡിതന്മാർ, പ്രവർത്തകർ, അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.